അപ്പൊ പിന്നെ പോയി ഒഴുകി നീരാടി വരൂ. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരാളെ കാണുന്നില്ല ഇപ്പൊ. ഇതുവഴി നേരത്തെ നിങ്ങൾ പോയപ്പോഴാണ് ആ സിഗ്നൽ പെട്ടെന്ന് വന്നത്. കല്യാണത്തിന് ശേഷം കിളി പാറിയതാ. കഴിഞ്ഞ ദിവസം ഇന്റർലോക്ക് ഇട്ടപ്പോ ഇതിന്റെ അടിയിലെങ്ങാനും പോയിട്ടുണ്ടാവോ? ഞങ്ങൾ ഉത്രാടപ്പാച്ചില് കണ്ടതിന്റെ ആവേശത്തിലാ. നടക്കട്ടെ, വാങ്ങ് ഓഫർ ഉണ്ടാ. ഓനോന്റെ അമ്മയോട് നിങ്ങളെ ഭർത്താവ് ശരിയില്ലാന്നാ പറയാറുള്ളത് അല്ലേ? എന്റെ ഭർത്താവിന് നല്ല മനസ്സുണ്ട്. മയില് വഴി കണ്ണൂരേക്ക് പോകുമ്പോ നമ്മൾ ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു വഴിയിലൂടെയാണ് ഇന്ന് ഞാൻ കണ്ണൂരേക്ക് പോണത്. എന്നെ വെളുത്ത് പാറിച്ചതിന് നിങ്ങളുടെ ചങ്ങാതിയോട് അതായത് ഞങ്ങൾ ഇന്ന് സമഗ്രമായ സൗന്ദര്യവൽക്കരണം, ഇന്നലെ ഇതന്നെ പറഞ്ഞത്. ഇന്നലെ പക്ഷെ വീടിന്റെ സൗന്ദര്യവൽക്കരണം നടന്നു. IFM എന്ന് പറയുന്ന ഒരു ടീം വന്ന് വീട് മൊത്തം ക്ലീൻ ആക്കി, അടിപൊളിയാക്കി. അവർ ഓരോ മുക്കും മൂലയും അവർ ക്ലീൻ ആക്കിയിട്ട് പോയി. കഴിഞ്ഞ വീഡിയോയിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, റീല് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സൗന്ദര്യവൽക്കരണത്തിൽ പോവാണ്. അതായത് ഒരു ഫേഷ്യലൊക്കെ ചെയ്യണം, പിന്നെന്താ അങ്ങനെ എന്തൊക്കെയാ പരിപാടികൾ അവിടെ. എന്തോ സാരി പ്രീപ്ലീറ്റാ എന്നുവെച്ചാ എന്തോ സാരിയിൽ എന്തോ ഓരോ ഓപ്പറേഷൻ നടത്താനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. നമ്മളങ്ങനെ പയ്യാവൂരെത്തി. ഇത് പയ്യാവൂർ ശിവക്ഷേത്രമൊക്കെ ഉള്ള സ്ഥലം. എന്നിട്ട് ബസ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞിട്ട് മുന്നോട്ട് പോവാണ്. എവിടെയാണ് അപ്പൊ ശരി, ഞങ്ങൾ പോയിട്ട് സുന്ദരികളായിട്ട് വരാം. ഇവിടെ തന്നെ വന്നിട്ട് പിക്ക് ചെയ്യണം. ഭയങ്കര വെയിലാണ്, കരിഞ്ഞു പോകും. ഇതിൽ കൂടുതൽ കരിയാൻ പറ്റില്ല. ഞങ്ങള് വേറൊരു പാർലറിലാണ് പോണേ. നമ്മുടെ എല്ലാ വീഡിയോയിലും സായൂജിന് വേണ്ടിയിട്ട് മാത്രം കമന്റ് ചെയ്യുന്ന ഒരു മനുഷ്യനെ കണ്ടുപിടിച്ചു. ഇവന്റെ ആർമി, അവന്റെ ചങ്കാറ്. ഇന്ന് ഓണപരിപാടിക്ക് പോവാണ്. ഇപ്പൊ ഉച്ചയായല്ലോ. ചുഴലി സ്കൂളിനെ പറ്റിയിട്ട് 2 വാക്ക് അവന് സംസാരിക്കാനുണ്ട്. ചുഴലി സ്കൂളിലെ കുട്ടികൾ വളരെ അടിപൊളി കുട്ടികളാണ്. ഇത്രയും നാള് ചുഴലിനെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് അതുകൊണ്ടാ ചുഴലി സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏവർക്കും ചുഴലി സ്കൂളിലേക്ക് അടുത്ത വർഷം അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ചുഴലി സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധ്യത തന്നെ ഇല്ലാന്ന് പറയാം. കാരണം കായികമേളയിൽ ഏറ്റവും കൂടുതലായിട്ട് ഇത്ര പങ്കെടുത്ത ചുഴലി സ്കൂളാണ്. 5 ട്രോഫികളാണ് നമ്മൾ അവിടെ എത്തിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ ശാസ്ത്രമേള, കലോത്സവം വരുന്നു, എല്ലാത്തിനും ചുഴലി സ്കൂൾ തന്നെയായിരിക്കും ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കും. ചുഴലി സ്കൂൾ പ്രൊമോഷനാണ്. ചുഴലി സ്കൂൾ എന്ന വിഷയത്തിൽ അവനൊരു പ്രബന്ധം അവതരിപ്പിച്ചു. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാൻ പോണെ. ഞങ്ങൾ രണ്ടുപേരും സുന്ദരന്മാരായിട്ട് വരട്ടെ. ഇവരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇടയിലൊക്കെ ഓരോ ചുഴലി സ്കൂൾ കയറ്റുന്നുണ്ട്. ഓ അന്നേരം അതാ പറഞ്ഞോണ്ടിരിക്കുക. അതായത് ഇവൻ ഇന്ന് രാവിലെ പല്ല് വെച്ചു, ചുഴലി സ്കൂളിൽ പോയി. അങ്ങനെ അതിന്റെ കൂടുതൽ കയറ്റുവൻ. ഞങ്ങൾ രണ്ടും വരുന്നത് പയ്യാവൂർ അങ്ങാടി എന്ന് പറയുന്ന ഈ ഒരു ബിൽഡിങ്ങിലുള്ള ഒരു ഷോപ്പിലേക്കാ. സായൂജ് വരുന്നിടത്ത് മുഴുവൻ സായൂജ്. നിന്റെ പേര് ഇത്രയും മെയിനാ? അത് ഇതേ സാധനം അക്ഷയം പറയുന്നത്. കേരളം മുഴുവൻ അക്ഷയുടെ പേരുണ്ട്. അക്ഷയ തൃതീയ ഉണ്ട്, അക്ഷയ സെന്റർ ഉണ്ട്. വിറ്റാലി ഫാമിലി ബ്യൂട്ടി സലൂൺ, അവിടത്തേക്കാണ് നമ്മളിപ്പോ വരുന്നത്. ഹലോ, ഇവളിതേ എന്റെ ജൂനിയർ ആയിരുന്നു കേട്ടോ ആള്. ഹായ്, എന്തൊക്കെയാ ശേഷം? സൂപ്പർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ സുന്ദരനും സുന്ദരിമാരൊക്കെ ആക്കെന്ന് പറയുന്ന കേട്ട്. ഇവിടെ പോലെ ആക്കാ. ഇവര് പറയുന്നത് ഇവരെ പോലെ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രാ ഫേഷ്യൽ ഒക്കെ ചേർന്നാണ്. സായിക്ക് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നു, ഞാനിന്ന് പെഡിക്യൂർ ചെയ്യാൻ പോകുന്നു. സോ വിറ്റാലി എന്ന് പറയുന്ന ഒരു പാർലറിൽ വന്നിട്ടാണ് ഉള്ളത് നമ്മള് പയ്യാവൂര് ഫാമിലി സലൂണില്. നാട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് പോണേ. ഞാനപ്പോ ആദ്യം പെഡിക്യൂർ ചെയ്യാൻ പോകാറുള്ളത്. വിറ്റാലി നല്ലൊരു സ്റ്റൈലും പാർലർ കേട്ടോ. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്തോളൂ. സായി, നിന്റെ മുഖത്ത് ഈ സാധനമൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്തെന്ന് കേട്ടോ? നല്ല മാറ്റം ആടാ, അടിപൊളിയായിട്ടുണ്ട്. അത്രക്ക് ആയിട്ടില്ലെങ്കിലും അത്യാവശ്യമായിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഒരു ഗ്ലോ വന്നു, നന്നായിട്ടുണ്ട്. വാവ്, ഞെട്ടി കേട്ടാ സായോ. കിഡ്രേഷ് കുമാർ അക്ഷയ കാണുന്ന സമയത്ത് അത്ഭുതപ്പെടും. ഉണ്ട്, നല്ലുണ്ട്. വെളുത്തിട്ട് പറഞ്ഞാ ഭയങ്കരായിട്ട്. വിറ്റാലി ഫാമിലി സലൂൺ നമ്മുടെ പയ്യാവൂരുള്ള സലൂണാണ്. ഒരു ബ്രോ ഉണ്ടായിരുന്നു, മൂപ്പര് ബാക്കി പണിക്ക് പോയി. അപ്പം എന്നെ വെളുത്ത് പാറിച്ചിട്ട് ഇവര് വിടുകയാണ്. താങ്ക് യു. ഇതുപോലെ ലേഡീസിനും ജെന്റ്സിനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് സ്പേസ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും റെഡിയാക്കാം. സായിച്ചിന് കല്യാണം മോഡായി, ഇനി വെയിൽ കൊള്ളരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താങ്ക് യു കേട്ടാ. ബൈ എല്ലാവരും. ഞങ്ങളെ ശ്രീകണ്ഠാപുരം ടൗണിൽ വന്നു. മൊത്തത്തിലൊരു ഓണത്തിന്റെ ഓളം കാണാനുണ്ട് എല്ലായിടത്തും.
ബസ് സ്റ്റാൻഡിന്റെ ബാക്കില് ഒരു പൂച്ചന്ത റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് പ്രൈസ് കുറവാണോ കൂടുതലാണോ? അതാ എന്തല്ല ഷാറിനെ നീ എന്തെല്ലാം പണിയാ ചെയ്യുന്നത്? അപ്പൊ ഓക്കെ, കച്ചവടം നടക്കണ്ട പൊളിക്ക്. ഞാൻ നോക്കുമ്പോ അങ്ങ് അറ്റത്തുനിന്ന് തിരക്കി പിടിച്ച് ഒരു 2 ടീം ബൈക്കിൽ വരുന്നു. അവർ പെട്ടെന്ന് അവിടെ നിർത്തിയിട്ട് ഓടി വന്നിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണാറുണ്ട്. ഓക്കെ, പിന്നെ എന്ന് പറയുമ്പോഴേക്കും അവർ തിരിച്ചു പോകുന്നു. ഒമാനിലെ ഒരു 2 പേരും റൂട്ട് കനാൽ ചെയ്തിട്ട് വരികയാണത്ര. അപ്പൊ അടിപൊളി. താങ്ക് യു കേട്ടോ, കാണാം. സൂര്യേട്ടാ ഞാൻ സുന്ദരിയായോ? നീ പണ്ടേ സുന്ദരിയല്ലേ, ഇനി ഞാൻ സുന്ദരനായ നോക്കേ. ഞാൻ കരിഞ്ഞ അല്ല, അപ്പുറത്ത് സൺലൈറ്റ് അപ്പുറത്താണോ. റിസപ്ഷൻ നടക്കാൻ പോകുന്ന ഹാളാട്ടോ, മടമ്പത്താ ഇപ്പൊ ഉള്ളത്. ഈ ഒരു ഹാളിൽ നിന്ന് നടക്കാൻ പോണേ. ഞങ്ങളിപ്പോ ഇതിന്റെ മുന്നോടിയായിട്ട് വീട്ടിലേക്ക് വരുന്ന ആൾക്കാരെ വരവേൽക്കാനായിട്ട് ചെടിച്ചട്ടികൾ വാങ്ങാൻ പോവാണ്. ഇതൊരു ആവശ്യമുള്ള കാര്യമാണോന്ന് എനിക്കറിയാൻ പാടില്ല. അവസാന മൊമെന്റില് യാത്രയാണ്. മടമ്പം ടൗണിലൂടെ ഇങ്ങനെ പോവാണ്. ലൈംസോർ ഓടിക്കണോ? വേണ്ട, സമയമില്ല. വീട്ടിലുണ്ടായിരുന്ന ചെടിയൊക്കെ കമ്പിളിപ്പുഴു കാർന്ന് നിന്ന് നശിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ 2 ചെടി വാങ്ങി വെക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് പോവാ. കമ്പിളിപ്പുഴു പുതിയ ഐറ്റംസ് വരുന്നുണ്ടടാ, റെഡി ആയിട്ടിരുന്നോ? വളരെ പെട്ടെന്നായിരുന്നു. ശ്രീകണ്ഠാപുരത്ത് നിന്ന് എന്നെയും കൂട്ടിയിട്ട് ഇവളിങ്ങ് പഴശ്ശി ഡാമിന്റെ അടുത്ത് കുയിലൂരെത്തിച്ച് ഇവിടെ എന്തോ ചെടി വാങ്ങാൻ പോലും. ഇത്രയും ദൂരമാണെന്ന് ഞാൻ അറിയില്ലായിരുന്നു. ഇരിക്കൂർ എന്ന് പറയുന്ന സ്ഥലവും കുയിലൂരും തമ്മിൽ എത്ര ദൂരത്തിന്റെ മാറ്റം ഉണ്ടെന്ന് അറിയാം എനിക്ക്. എന്റെ മോനെ, ഇത് നല്ല ദൂരെത്തി. ഇതുണ്ടോ, ഇവിടെ എന്നെ കൂട്ടി കൊണ്ടുവന്നേക്കുന്ന സ്ഥലമാണ്. ഞാൻ ഇത്രയും ദൂരാണെങ്കിൽ വരില്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ഞങ്ങൾ പെട്ടെന്ന് വീട്ടിൽ വന്നു. ഇപ്പൊ കല്യാണമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീട്ടിലേക്ക് ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് വഴി വെട്ടി വന്നായിരുന്നു. ആ റൂട്ടിൽ പോലെ ഇവർക്കായിരുന്നു അതുവഴി പോയിട്ട് നൊസ്റ്റാൾജി അടിക്കാൻ. അങ്ങനെയല്ല, ഞാൻ ഇതുവഴിയായിരുന്നു പോവാറുള്ളതെന്ന് മെൻഷൻ ചെയ്തു. അപ്പൊ ഇവർ അതുവഴി തന്നെ അങ്ങോട്ട് പോയി. അടുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല. വിഷുവിന് സ്ഥിരം വരാറുണ്ടായിരുന്നു അവിടത്തേക്ക്. എല്ലാ ദിവസം രാവിലെ വന്ന് പടക്കം കൈനീട്ടം വാങ്ങും. രാവിലെ കളക്ഷൻ വരുന്നതുകൊണ്ട് കുറച്ച് പടക്കം പൊട്ടിക്കാൻ കുറച്ച് പടക്കങ്ങള് അതെ ഇവന് വേണ്ടി ഞാൻ പടക്കം വെച്ചിട്ടുണ്ടാവുന്നു. പൊട്ടിക്കാത്ത പടക്കങ്ങൾ ചുറ്റിയെടുക്കും, പൊട്ടാത്ത പടക്കം ഉണ്ടാവും കുറച്ച്. അയിലിട വന്നിട്ട് വിഷം പുറത്തിട്ടിട്ട് തിരിച്ചിട്ട് കത്തിക്കും. ഫ്രീ മോൾ ഫ്രീ മോളിങ് വാ. പിന്നെ ആരെങ്കിലും പിന്നെ ഫ്രീ മോളിന്ന് വിളിച്ചോ? നിന്റെ പരിചയക്കാരൻ ഇതാ വെല്ലുമ്പോ വന്നു, ഫ്രീ മോളും വന്നു. ഇന്ന് ബോണസ് ഉണ്ട്, ഫ്രീ മോനും ഉണ്ട്. എൻഗേജ്മെന്റിന്റെ അന്ന് മാമ നിങ്ങളെ മൂത്ത മോനെ കൊടുത്തു. എനിക്കൊരു കാര്യം നിന്റെ ഓരോ മൊഴിമുത്തുകളും കൃത്യമായി രേഖപ്പെടുത്തുന്നു. ഓനോന്റെ അമ്മയോട് നിങ്ങളെ ഭർത്താവ് ശരിയില്ലാന്നാ പറയാറുള്ളത് അല്ലേ? ഇവിടെ സംതിങ് ഈസ് ഹാപ്പനിങ്. എല്ലാരും എന്തെല്ലോ മുറിക്കുന്നുണ്ട്. ഫ്രീ മോനും എന്താ മുറിക്കുന്നത്? ക്യാബേജാ മുറിക്കുന്നത്. അവിടെ തേങ്ങ. കല്യാണത്തിന്റെ തൊട്ട് തലേ ദിവസങ്ങളിൽ പോലും അധ്വാനത്തിൽ മുഴുകിയിരിക്കുന്ന സായു. സോഫയൊക്കെ പെയിന്റ് അടിക്കാ. ഇവരിപ്പൊ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ പെയിന്റാ പോലും ഇത്. പക്ഷെ കറുപ്പിന്റെ കൂടെ എന്ത് കളർ ചേർന്ന് കഴിഞ്ഞാൽ അത് കറുപ്പാവല്ലേ? അങ്ങനല്ലേ പഠിച്ചിട്ടുള്ളത്? മറിയാ നമ്മൾ വിളിച്ചു വെച്ചു ഇത് രണ്ടും മിക്സ് ആവുമെന്ന്. അപ്പോൾ മിക്സ് ആക്കുന്നതിന് കുഴപ്പമില്ല പറഞ്ഞു. മിക്സ് ആക്കി ഏത് കളറാ കിട്ടുമോ നിങ്ങളെ മിക്സിങ് പോലെ ഇരിക്കുന്നു. അപ്പൊ ഇങ്ങനെ കളർ കിട്ടിയിട്ടുണ്ട് അവർക്ക്. ഈ ആണവ പരീക്ഷണങ്ങൾക്കിടയിലാണ് ഈ മൈക്രോവേവ് ഉൾപ്പെടെയുള്ള ഒരുപാട് ചെറിയ ചെറിയ സാധനങ്ങൾ ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. തട്ടുമ്പുറത്ത് കിടന്ന 2 കളറുകൾ മിക്സ് ആക്കിയപ്പോ ഈട്ടീന്റെ കളർ കിട്ടിയതാണ് അവൾ ആണവ ഇന്ധനവും പിന്നെ മറ്റേ മൈക്രോവേവ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. പെയിന്റ് അടിക്കുന്നവർക്ക് സമയമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മമ്മയാണ് ഈ ഒരു കിണറിന് മൊത്തം പെയിന്റ് അടിച്ചത്. നമ്മുടെ കിണറ്റിലെ വെള്ളത്തിന്റെ ലെവലുണ്ട്, അതായത് മേലെ വരെ ഉണ്ട്. രണ്ട് പട താഴെ 2 കൊമ്പന്മാരെ തോട്ടിലൊഴുക്കാൻ പോവാണ്. ഓക്കെ, കൊമ്പന്റെ വയറൊക്കെ പൊട്ടി, ഇതിന്റെ കാല് പൊട്ടി. പക്ഷെ ഇത് അവർക്ക് കളയാൻ മടി. അമ്മമ്മ പറയുന്നത് ഇതെങ്ങനെ അങ്ങനെ പറമ്പിലൊന്നും എറിയാൻ പാടില്ല, ഇത് പിന്നെ ഗണപതിയുടെ സ്വരൂപമാണ്, അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ തന്നെ ഒഴുക്കണം, അങ്ങനെ എന്തൊക്കെയോ രീതികൾ. അപ്പൊ ഞങ്ങൾ തോട്ടിലിട്ടിട്ട് അവർക്കൊരു സമാധാനം ആയിക്കോട്ടെ. അപ്പൊ പിന്നെ പോയി ഒഴുകി നീരാടി വരൂ. ഉത്രാടപ്പാച്ചൽ നല്ല കേട്ടിട്ടല്ലേ ഉള്ളൂ. ആ പാച്ചൽ കാണാൻ പോവാണ് ഇനി. അപ്പോൾ നമ്മൾ കണ്ണൂരേക്ക് പോവാണ്. ഇപ്പൊ ശ്രീകണ്ഠാപുരം സ്കൂളിന്റെ മുന്നിൽ ഒരു സാധനം വാങ്ങാൻ വന്നതാണ്. അപ്പൊ നേരെ കണ്ണൂരേക്ക് വെച്ച് പിടിക്കുക. മയില് വഴി കണ്ണൂരേക്ക് പോകുമ്പോൾ നമ്മൾ ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു വഴിയിലൂടെയാണ് ഇന്ന് ഞാൻ കണ്ണൂരേക്ക് പോണത്.
ഈ ഒരു വഴിക്കുന്ന പ്രത്യേകത അതായത് ഇത് കൊളച്ചേരി മുക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല. എങ്കിലും നോക്കാം. ഈശ്വര, ബസ്സൊക്കെ അങ്ങോട്ടാണ് പോകുന്നത്. നായാട്ടുപാറ, ചെക്കിക്കുളം. തെറ്റിയിട്ടുണ്ടാവില്ല, യൂട്ടേൺ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. മാപ്പ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതിനകത്തായിട്ട്. ചേലേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ വഴിക്കൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. നമ്മളിപ്പോ ചേലേരി മൊട്ട എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് പോകുന്നത്. ഇതുവരെ പോയിട്ടില്ലാത്തൊരു വഴിയാണ് കണ്ണൂരേക്ക്. അപ്പൊ അങ്ങനെ ഗൂഗിൾ മാപ്പ് വഴി പുതിയൊരു വഴിയിലൂടെ കൂടി നമ്മൾ പോവാണ്. അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഗൂഗിൾ മാപ്പ് വഴി കാട്ടിയിട്ട് നമ്മളൊരു പുതിയ സ്ഥലത്തൂടെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് വരുമ്പോ മേപ്പയ്യൂർ എന്ന് പറയുന്ന സ്ഥലം, കൊയിലാണ്ടി കൊല്ലം കഴിഞ്ഞിട്ട് മേപ്പയ്യൂർ എന്ന് പറയുന്ന സ്ഥലത്തൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റോഡ് എന്റെ പൊന്നോ, എന്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു വൃത്തിയായിട്ട റോഡിൽ ഞാൻ യാത്ര ചെയ്തിട്ടില്ല. സത്യസന്ധമായിട്ട് അത് അന്ന് പറഞ്ഞു തന്നെയാണ്, ആ വീഡിയോയിൽ ഉണ്ടത്. അത്രയും വൃത്തിയായിട്ട റോഡ് പറഞ്ഞാൽ 10 മീറ്റർ പോലും നമുക്ക് വണ്ടി സേഫ് ആയിട്ട് കുലുങ്ങാതെ കട്ടറിൽ ചാടാതെ ഓടിക്കാൻ പറ്റാത്തൊരു വഴി. അപ്പൊ അത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആ മേപ്പയ്യൂരുള്ള ഗ്രൂപ്പുകളിലൊക്കെ ആ വീഡിയോ കട്ട് പ്രചരിച്ചു എന്നുള്ളത് അറിഞ്ഞു. അതായത് അവര് കഴിഞ്ഞ 10 വർഷമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, 10 വർഷമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ ഒരു പ്രശ്നത്തിനെയാണ് നമ്മൾ യാദൃശ്ചികമായിട്ട് അഡ്രസ് ചെയ്തതെന്ന് അറിഞ്ഞു. വലിയ സന്തോഷം. നിങ്ങളുടെ നാട്ടിലെ ഒരു പൊതു പ്രശ്നത്തിൽ യാദൃശ്ചികമായിട്ടെങ്കിലും എനിക്ക് ഇടപെടേണ്ടി വന്നതിൽ സന്തോഷം. നാളെ എന്തെങ്കിലും ആ റോഡ് നന്നായിട്ടുണ്ടെങ്കിൽ എനിക്കും യാത്ര ചെയ്യാലോ. പിന്നെ അതിൽ കുറെ ആൾക്കാർ പൊളിറ്റിക്സുമായിട്ട് വരുന്നുണ്ട്. അതായത് ഇത് നിങ്ങളുടെ പാർട്ടിക്കാരാണ്, അവരാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയം കളിക്കുന്ന ആൾക്കാർ. ഇതിൽ രാഷ്ട്രീയമല്ല കളിക്കേണ്ടത്. നമ്മൾ ആ നാട്ടിലുള്ള ആൾക്കാർ, അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ ആദ്യം സാധിക്കുക. അതിനുശേഷം നിങ്ങൾ രാഷ്ട്രീയം പറയോ, ചേരി തിരിയോ, അടി ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുക. ആദ്യം മനുഷ്യത്വം, രണ്ടാമത് രാഷ്ട്രീയം. അല്ലാണ്ട് അത് പറഞ്ഞിട്ട് ഇനിയിപ്പോ കാര്യങ്ങളൊന്നും നടക്കാതെ കുറെ രാഷ്ട്രീയ ഫൈറ്റ് ഉണ്ടാക്കിയിട്ട് ഒഴിവാക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനെ കൊണ്ടെന്താ കാര്യം? നിങ്ങൾ അവിടെയുള്ള ആൾക്കാരൊക്കെ യോജിക്കുക, എന്നിട്ട് പൊതുവായിട്ട് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഇടപെടുക എന്നുള്ളതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പൊ എന്തെങ്കിലും ആ റോഡ് നേരെ ആയി കഴിഞ്ഞാൽ അതുവഴി യാത്ര ചെയ്യാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. ഈ ഒരു കാര്യത്തിന്റെ ഭാഗമാകാൻ ഇങ്ങനെയെങ്കിലും സാധിച്ചതിൽ എനിക്ക് സന്തോഷം. മറ്റൊരു പുതിയ വഴിയിലേക്ക് നമ്മൾ വഴി തിരിയാണ്. അതായത് കണ്ണാടിപ്പറമ്പ, അങ്ങോട്ട് ഇങ്ങനെ തിരിയാണ്. ഇത് ഇതുവരെ ഞാൻ പോയിട്ടില്ലാത്തൊരു ഏരിയ കേട്ടോ ഈ ഏരിയ എന്ന് പറയുന്നത്. കണ്ണാടിപ്പറമ്പൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട്. കണ്ണൂർ റേഡിയോ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കോളേഴ്സ് ഉണ്ടാവും അവിടുന്ന്. വാവ്, അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ടേ. നോക്കിയാ ഇവിടുന്ന് കാണുന്ന കാഴ്ചയാണ് പുല്ലൂപ്പിക്കടവ്. ആ സ്ഥലത്തൂടെ പോണേ. വലിയൊരു കായൽ പോലത്തെ സ്ഥലം. എന്താന്നറിയില്ല. ഇത് നമ്മൾ ആലപ്പുഴയിലൊക്കെ പോകുന്ന സമയത്ത് കണ്ട സ്ഥലങ്ങൾ പോലെ ഉണ്ട്. ബണ്ടൊക്കെ കെട്ടിട്ടത്. ഇവിടെ നിന്ന് അടുത്ത ബണ്ടത് അവിടെ. നമ്മളെ നാടിന്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നമ്മളെന്താ ഇതുവരെ കാണാൻ. അങ്ങനെ കണ്ണൂർ എത്ര സ്ഥലം ഉണ്ടെന്ന് നമ്മൾ ഇതുവരെ പോവോ കാണോ ഒന്നും ചെയ്യാത്ത സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. ഇങ്ങനെ ഗൂഗിൾ മാപ്പ് ചതിക്കുമ്പോഴാണ് നമ്മൾ ഓരോ സ്ഥലം കാണുന്നത്. സത്യം. നമ്മൾ പുഴാതി എന്ന് പറയുന്ന സ്ഥലത്തൂടെ പോവാണ്. ഇവിടുന്ന് എനിക്ക് പണ്ട് റേഡിയോ മാംഗോയിലുള്ള സമയത്ത് ഒരു കോളർ ഉണ്ട്, എപ്പോഴും സ്ഥിരമായിട്ട് വിളിക്കും. സുജാതയാണ് പുഴാതി എന്നാണ് എന്നാ പറയാ അവര്. അപ്പൊ അങ്ങനെ ഈ സ്ഥലം അങ്ങനെ എനിക്ക് അറിയുന്നത്. ആ സ്ഥലത്തൂടെ പോവാണ്. പക്ഷെ പുഴാതിയൊക്കെ കഴിഞ്ഞപ്പോ കുഞ്ഞിപ്പള്ളി എത്തി. കുഞ്ഞിപ്പള്ളിയാ? ഇവിടെ ഉണ്ടൊരു കുഞ്ഞിപ്പള്ളി. നേരെ നോക്കി വണ്ടി അടിക്കും. വാവ്, നിറയെ ആമ്പൽ പൂക്കൾ വിടർന്നു നിൽക്കുന്ന ഒരു പൊയ്ക നമ്മൾ കടന്നു പോവുകയാണ്. ഇതേതാ സ്ഥലം? ഇത് ഓൾമോസ്റ്റ് എത്തി. ടൗൺ. കക്കാട് ടൗൺ എത്തി. അന്നേരമാണ് കണ്ടത്. നല്ല ഭംഗിയുണ്ടല്ലേ? കണ്ണൂരെത്തി. നമ്മള് വന്നിട്ട് ജോയിൻ ചെയ്യുന്നത് താണ ജംഗ്ഷനിലാട്ടോ. ഇതാ വഴിയല്ലേ? ഇവിടെ കല്യാൺ സിൽക്സ് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. സിഗ്നലിന്റെ മുന്നിലാണല്ലോ ഇപ്പൊ. ഓ, ഇത് ഫ്രീ ലെഫ്റ്റാ. നമ്മളിങ്ങനെ പോവാ, അവിടെ കാത്തിക്കേണ്ട കാര്യമില്ല. പണ്ടത്തെ പോലെ നല്ല കേട്ടോ. ഉത്തരാടത്തിന് പാച്ചലൊന്നുമില്ല, തിരക്കൊന്നുമില്ല. ഞാൻ വിചാരിച്ചത് ഇവിടെ മാറിയ ബ്ലോക്ക് ആയിരിക്കുന്നതാണ്. എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ചീത്ത വിളിച്ചോണ്ടിരിക്കുക. നീ ബ്ലോക്കിലേക്ക്, താണയിലെ ബ്ലോക്കിലേക്ക് നീ എന്നെ തള്ളിയിട്ട്. ബ്ലോക്കില്ല. പണ്ടൊരു ദിവസം ഇതുപോലെ ഒരു ഉത്രാട ദിവസത്തിൽ ഞാനൊരു മണിക്കൂറിന് മേലെ ഇവിടെ പെട്ടുപോയി ഈ ലൈനില്. ഓ സോറി ചേട്ടാ. ആ പെൺകുട്ടി നിങ്ങളുടെ മുണ്ട് പോലത്തൊരു ധാവണി മുണ്ടുണ്ട്. നമ്മളങ്ങനെ കല്യാൺ സിൽക്സിലെത്തി. കല്യാണത്തിന്റെ തലേന്ന് പോലെ ഇവളുടെ ഷോപ്പിംഗ് തീരുന്നില്ല. അതെ, വീണ്ടും കല്യാൺ സിൽക്സിൽ വന്നിട്ടുണ്ട്. എത്രാമത്തെ തവണ ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ അവിടുന്ന്. ഒറ്റക്ക് പോയി. അക്ഷയ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാവില്ല ഇറങ്ങിയത്. ഞാൻ കഴിച്ചിട്ടില്ല. കല്യാൺ സിൽക്സിന്റെ തൊട്ടടുത്ത് നല്ല അടിപൊളി റൂണ് കിട്ടി. നമ്മൾ വന്ന സമയത്തിന്റെ പ്രത്യേകത കൊണ്ടാണോ അതോ മൊത്തത്തിൽ ഇങ്ങനെയാണോന്ന് അറിയില്ല. ഉത്രാടത്തിന് പഴയൊരു പാച്ചിലൊന്നും ഇല്ല കേട്ടോ. ഉത്രാടം പായുന്നില്ലല്ലോ മച്ചമ്പി. അതായത് വലിയ തിരക്കൊന്നും കാണാനില്ലേ. ചിലപ്പോ വൈകുന്നേരം ആകുമ്പോ നല്ല തിരക്കായിരിക്കും. ഇപ്പൊ നോർമൽ നമ്മൾ എങ്ങനെയാണോ കണ്ണൂര് വരുന്ന ആ ഒരു വൈബ് ഇവിടെ കിട്ടും. ആ തിരക്കില്ല. അതായത് നോർമൽ ഒരു വർക്കിംഗ് ഡേയില് ഉച്ചക്കൊക്കെ ആളുകൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടാവില്ല. ഇപ്പൊ അതുമില്ല.
ഉത്രാടം. മേലൂടെ മെല്ലൊരു ട്രെയിൻ പോകുന്ന കണ്ണൂർ ബസ് സ്റ്റാൻഡ്. നമ്മളിങ്ങനെ പ്രഭാത് കോംപ്ലക്സിലേക്ക് തിരിഞ്ഞു പോകും. ഇവിടെയൊക്കെ ശരിക്കും ഓണത്തിന്റെ തലേ ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടും നമുക്ക് അടുക്കാൻ പറ്റാത്ത തിരക്കുണ്ടാവുന്നതാ. പ്രഭാത് ജംഗ്ഷൻ ആപ്കാ സ്വാഗത് ഹേ, താങ്ക് യു ഫോർ വിസിറ്റിംഗ് കണ്ടോൺമെന്റ് എന്നവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഞാനിപ്പോ ഇവിടെ നിന്ന് ബ്ലോക്ക് ആക്കിയിട്ട് തിരക്കുണ്ടാക്കിയാലോ ഉത്രാടപ്പാച്ചലിന് വേണ്ടിട്ട്. പ്രശ്നം തിരക്ക് കാണണം ഈ ദിവസം തിരക്കില്ല. സാരല്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി തിരക്ക് വരും. നോക്ക് ആ നിക്ഷാന്റെ റോഡിലേക്കൊക്കെ ആകെ ഒരു ഓട്ടോറിക്ഷയൊക്കെ അങ്ങനെ പോകുന്നുള്ളൂ, വേറെ ഒരു വണ്ടി ഇല്ല. ഇവിടെയൊക്കെ ബ്ലോക്കിന്റെ മേളായിരുന്നു. ഞാൻ 2012-13 സമയത്ത് കണ്ണൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ദിവസങ്ങളില് ഐ സ്റ്റിൽ റിമെമ്പർ ദോസ് ബിസി ഡേയ്സ്. അല്ല, നീ ഇപ്പൊ ബ്ലോക്കിൽ കുടുങ്ങാണോ വേണ്ടത്? ആ തിരക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യും, ചിലപ്പോ വരും. എനിക്ക് ഇവിടെ അല്ലേ പോകേണ്ട? മിക്സ് മാക്സ് ഗ്രാൻഡ്, അവിടെയാണ് എനിക്ക് പോകേണ്ടത്. എന്തോ റെന്റൽ ഓർണമെന്റ് നോക്കാൻ വേണ്ടിട്ട് അക്ഷയ പോകണം അവിടത്തേക്ക്. ഞങ്ങള് ഗ്ലോബൽ വില്ലേജിൽ കയറി. ഇവിടെ കുറച്ച് തിരക്കുണ്ട്, കുറച്ച് പറഞ്ഞാൽ വിരലുണ്ടാകുന്ന തിരക്ക്. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ ഇവിടെ എനിക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ ഉപകാരം ഇപ്പൊ സംഭവിക്കാൻ പോവാണ്. ഇപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ മിക്സ് മാക്സ് എന്ന് പറയുന്ന ഷോപ്പിൽ വന്നിട്ടാണത്. ഇവിടെ ഇഷ്ടംപോലെ ഓർണമെന്റ്സ് സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് റെന്റിന് ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് കേട്ടിട്ട് റെന്റിന് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയെങ്കിലും എനിക്ക് ലാഭമാക്കി തന്നിട്ട് അവള്. താങ്ക് യു. ഞാൻ ഇങ്ങനെ കറങ്ങിയിട്ട് വരാം. ഈ ബ്രോ ആണ് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ റെന്റലായിട്ട് ഓർണമെന്റ്സ് ഒക്കെ കൊടുക്കും. അത് 4 ദിവസത്തേക്ക് അല്ലെങ്കിൽ ദൂരേക്ക് ആണെങ്കിൽ 5 ദിവസത്തേക്കൊക്കെ റെന്റലിന് കൊടുക്കും കേട്ടോ. അപ്പോൾ ആവശ്യം കഴിഞ്ഞിട്ട് തിരിച്ചെത്തിച്ചെടുത്താൽ മതി. ഞങ്ങളിപ്പോൾ ഇന്ന് ഇവക്ക് വേണ്ട സാധനം എടുത്തിട്ട് പോവാണ്. അത് വലിയൊരു ലാഭമായി എനിക്ക്. നിന്റെ ആണല്ലോ കല്യാണം, അതുകൊണ്ട് നീ ഓവറായിക്കോ. കല്യാണം പെണ്ണിന് ഇത്ര ഉണ്ടാവുക, അതുകൊണ്ട് അവരെക്കാളും മെയിൻ ആവണമെന്നുണ്ടോ? ഇല്ലല്ലോ, എനിക്ക് വേണ്ടത് എടുത്താൽ മതി. വളരെ ലൈറ്റ് ആയിട്ടുള്ള പരിപാടി പിടിക്കും. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാ പോണേ, അപ്പൊ അത്രയും മതി. വേണ്ട എടുത്തോ, ഇനി ഞാൻ പറഞ്ഞതാണ്ട. ഇനിയിപ്പോ സോ ഇവരുടെ അടുത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ 5000 മുതലുള്ള പ്രൈസിംഗ് ഉള്ള സാധനങ്ങളുണ്ട്. റെന്റിന് എടുക്കുമ്പോൾ 800 റേഞ്ചിലൊക്കെ ആയിരിക്കും സാധനങ്ങൾ കിട്ടും കേട്ടോ. ആ സാധനത്തിന്റെ പ്രൈസിന് കണക്കായിട്ടുള്ള റെന്റ് ആയിരിക്കും ഉണ്ടാവുക. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്ത്, നീ ഇപ്പം നോക്കി നടന്ന പോലെ നോക്കി നടന്നിട്ട് ഞാൻ ഈ പൂക്കളത്തിൽ കയറി ചാടി. അത് ഞാൻ ചവിട്ടിപ്പോയതാ. എന്നിട്ട് ഞാൻ തന്നെ അത് നേരെയാക്കി. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടേ ഈ ചെമ്മണ്ണൂരിന്റെ മുന്നിൽ ഒരു പൂക്കളുണ്ടായിരുന്നു, അതിൽ ചാടിപ്പോയി. ഉത്രാടം പായാൻ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ അലവിൽ വഴി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പൊ ടൗണിലേക്കുള്ള തിരക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. വൈകുന്നേരത്തെ സമയമായി. എനിക്ക് തോന്നുന്നു ഇന്ന് ഡ്യൂട്ടി ഡേ ആയിരുന്നു, എല്ലാവർക്കും ജോലിയുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് പകല് തിരക്ക് കുറഞ്ഞതാ. ഇനിയിപ്പോ ടൗണിൽ വൈകുന്നേരം തിരക്കായിരിക്കും. ആ സമയത്ത് നമ്മൾ നൈസായിട്ട് എസ്കേപ്പ് ആയി നമ്മൾ വീട്ടിലേക്ക് പോവാം. നമുക്ക് വലിയൊരു ടൗണിലേക്ക് കൂടെ പോകാനുണ്ട് അതിന്റെ ഇടയില്. തലപ്പുറമ്പിലാ? അവിടെ നല്ല തിരക്ക് പെടും. എന്റെ ഭർത്താവിന് നല്ല മനസ്സുണ്ട്. ഇഷ്ടായി. ഞങ്ങള് നമ്മുടെ എപ്പോഴും ഖത്തറിൽ ഇവിടെ ഞാൻ എവിടെ ആയിരിക്കും എന്തെങ്കിലും ഒരു മെസ്സേജ് എനിക്ക് വെറുതെ വരും. ഞങ്ങളിപ്പോ 7-8 കൊല്ലത്തെ പരിചയമായി. ഇപ്പൊ അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഇപ്പഴാ കാണുന്നത്. പറഞ്ഞു അത് കഴിഞ്ഞ് എനിക്ക് സൗദിയിലേക്ക് പോയിട്ടുണ്ട്. 24 പോകും. ഇത് മാമിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സയന്റിസ്റ്റിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്, സീനിയർ സയന്റിസ്റ്റ് ആണ് ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ. BSc അല്ല, എഞ്ചിനീയറിംഗ്. ഇവിടെ മാങ്ങാട് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കഴിഞ്ഞിട്ട് പോയതാണ്. ഇത്രയൊക്കെ എന്നെ പറ്റി പുകഴ്ത്തി പറഞ്ഞ ഇദ്ദേഹം ആരാണെന്നറിയോ? ഇദ്ദേഹമാണ് സുൾഫെക്സ് എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനത്തിന്റെ മുതലാളി. ഈ ഒരു സുൾഫെക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇത്രയും എത്തിച്ച് ഇത് ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെയാണ്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. പിന്നെ സൂരജ്, ഓക്കെ, വീണ്ടും കാണാം. ഓക്കെ. മഹാബലിക്ക് രാവിലെ വന്ന ഡ്യൂട്ടി ആയിരിക്കില്ലേ? ആക്ച്വലി നമ്മളുടെ കൂടെ അതിന്റെ ഇടയിൽ 2-3 ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷോ ദേവു ഫുൾ സ്യൂട്ട് കേസ് ഒക്കെ എടുത്തിട്ട് കല്യാണത്തിന് സെറ്റായി വന്നിട്ടുണ്ട്. എത്ര ഡ്രസ് ഉണ്ട് ദേവു? എത്ര ഡ്രസ് ഉണ്ട്? കൗണ്ട് ചെയ്യേണ്ടി വരും. അതാണ് ഇവന്റ് അനുസരിച്ച് അൺലിമിറ്റഡ് ഓപ്ഷൻസ് ആയിട്ടാണ് കുട്ടി വന്നേക്കുന്നത്. അടിപൊളി. വാവ്, തളിപ്പറമ്പില് ശരിക്കുള്ള ഉത്രാടപ്പാച്ചില് കണ്ടോണ്ടിരിക്കുക. ഒരു പൂ മാർക്കറ്റ് തന്നെ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ട്.
നല്ല തിരക്കുണ്ട്. ഇന്ന് ഉത്രാടപ്പാച്ചിൽ കണ്ടിട്ടില്ല എന്നുള്ള വിഷമം എടുത്ത് മാറി. ഞങ്ങൾ ഉത്രാടപ്പാച്ചിൽ കണ്ടതിന്റെ ആവേശത്തിലാ. നടക്കട്ടെ, വാങ്ങ്. ഓഫർ ഉണ്ടാ? ലാസ്റ്റ് കട്ടായോണ്ടില്ല. സാറിനെ അടിപൊളി. പൂ വാങ്ങിയാ? ഞങ്ങള് സന്തോഷം കാണാം. സന്തോഷം കാണാം. ഇവിടെ കൈ നോക്കിയേ. ഇത് ഇങ്ങനെ വളഞ്ഞു, അങ്ങനെ വളയുന്നില്ല. ഈ ഏറ്റവും വളയല്ലേ എനിക്ക് ഭയങ്കര ഉണ്ട്. ഞങ്ങളങ്ങനെ അബദ്ധവശാൽ ഒരു വാച്ച് വാങ്ങി. ആ വാച്ച് ഞങ്ങളുടെ കൈക്ക് പാകാകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു വാച്ച് വാങ്ങുന്നു. അപ്പൊ ഈ വാച്ച് എന്തെങ്കിലും കഴുത്തിലിടുവാ? അമ്മ കൊടുത്തോ. അമ്മയുടെ ബർത്ത്ഡേ വരുന്നുണ്ടോ? എന്നാ ഇപ്പോഴേ അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് പറഞ്ഞിട്ട് കൊടുത്തോ. അതെ, നിന്നെ പോലത്തെ ആളതാ. അവക്ക് വാങ്ങിയാ വാച്ച്? വാങ്ങിയാ? ഞാൻ കണ്ടല്ലോ നീ വാങ്ങിയ സാധനം, ഞാൻ നോക്കി. നിന്നെ പോലത്തെ ആളതാ. സമയം രാത്രിയായി. ഞങ്ങളിത് തിരക്കിന്റെ ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പൂവെല്ലാം ബാക്കിയാണല്ലോ, നമുക്ക് പോയി ചോദിച്ചു നോക്കിയാലോ? ഇവിടെയൊക്കെ ലാസ്റ്റ് ഘട്ട പൂവിൽപ്പനയാണ്. തകൃതിയായ പൂവിൽപ്പന നടക്കുന്നത്. 150 ധാര വരുന്നേ. എവിടെ ഓടുന്നത്? ഓടല്ല, പോ ഷെയ്ക്കാനോടുക്ക്. പോയി ഷെയ്ക്കാനോടുക്ക്. നിന്നെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക. തിരക്കിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോയിട്ട് അക്ഷയനെ എവിടെയോ ആക്കി. അപ്പൊ അക്ഷയ ചേച്ചി ഇപ്പൊ ഫോൺ വിളിച്ചു. എന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞേ? ഫുൾ ചീത്ത. അത് മൊത്തം ലൗഡ് സ്പീക്കർ ഇട്ട് ഇവള് കേൾക്കുകയും ചെയ്തു. നല്ല രാത്രി ആവുന്നതിനെ റഷ് കൂടി വരുന്നുണ്ട്. ഇവിടെ എങ്ങോട്ടാ പോയെന്നിട്ട് ഒരു ഹാപ്പി വേണം പറഞ്ഞേ. ഇവിടെ ഒരാൾക്കൊരു പരാതി. എന്നാ പരാതി? നിങ്ങളെ പറ. നിങ്ങൾ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ ഡയലോഗ് പറ. ഫോൺ തുറന്നു കഴിഞ്ഞാൽ ഈ കുരിപ്പിനെ കാണാനുള്ളൂ എന്ന് അയാൾ പറഞ്ഞപ്പോ. നമ്മുടെ കൂട്ടുമ്പത്തുള്ള ഒരു ഇക്കയാണ്. പുള്ളിക്കാരന് ഞാൻ കഴിഞ്ഞ ദിവസം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഫോൺ തുറന്നു കഴിഞ്ഞാൽ ഉടനെ എന്റെ വീഡിയോ വരാം. താങ്ക് യു. നിങ്ങൾ എല്ലാവരും കാണലുണ്ട മൊത്തം? എല്ലാം കാണലുണ്ട്. അതാ വേണ്ടത്. ഇവനെ ഓർമ്മയുണ്ട് എനിക്ക്. കഴിഞ്ഞ ദിവസം വീട്ടിൽ സാധനം എടുക്കാൻ വന്നവനാണ്. കൈയൊടിഞ്ഞൊരുത്തനെയും കൂട്ടിയിട്ട് സാധനം എടുക്കാൻ വന്നവൻ. എന്നിട്ട് ആ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്ത് ഓനാരോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പോലും. അതോൻ എന്നെ കാണിച്ചു തരാം. അതന്നെ ഇത് കണ്ടിട്ടുണ്ടായില്ലേ? ഇവനാണ് ആ മിടുക്കൻ. വീട്ടില് ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുവന്നോ കൈയൊടിഞ്ഞവൻ. ഓനെന്താ പറയുന്നത്? ഓനോ ഓക്കെയാ? കൈ ഓക്കെയാ? എന്നാ ഓക്കെ, പോയിട്ട് വാ. ഐഷ് വീട്ടിൽ വന്നപ്പോഴേക്ക് ചെറിയ മാല ബൾബൊക്കെ തൂക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കി പണിയൊക്കെ നാളെ എടുക്കണത്ര. അതെ, അപ്പൂസ് എല്ലാത്തിനും പിന്നെ സ്വന്തം ജോലി പോലും രാജിവെച്ചിട്ട് കല്യാണം നടത്താൻ വേണ്ടിട്ട് വന്നേക്കുന്നു അപ്പൂസ്. കണ്ടാ, അതാണ് ആത്മാർത്ഥത. വയനാട്ടില് റിസോർട്ടിൽ നിന്ന് ജോലിയൊക്കെ രാജിവെച്ചിട്ടാണ് അവൻ ഈ കല്യാണം നടത്താൻ വന്നേക്കുന്നത്. അത് ഞാൻ പറഞ്ഞത്. നിന്റെ കല്യാണത്തിന് ലീവ് ഇല്ലാന്ന് പറയാ ഈ അവൻ. വീട്ടില് മെമ്പേഴ്സ് ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. അടിപൊളി വൈബിലേക്ക് പോവാണ്. സോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഇനി ഈ ഇത്രയും ദിവസം കാത്തിരുന്ന കല്യാണത്തിന്റെ ദിവസങ്ങളൊക്കെയാണ് അടുത്ത എപ്പിസോഡുകളിൽ വരുന്നത്. എഡിറ്റ് ചെയ്ത് തീരുമെന്ന് അറിയില്ല. ഇതിന്റെ ഇടയിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സിൽവർ ബട്ടണിലേക്ക് എത്തുവാണ്. ഇപ്പോൾ 70,000 കഴിഞ്ഞു നമ്മൾ. ഇനി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ആഴ്ചയിൽ. എൻ്റെ കുട്ടിക്ക് ഭയങ്കരമായ ഒരു സംശയം. എന്നാ ചോദിച്ചാ? എന്നാ നിന്റെ സംശയം? അതായത് ഞാൻ ഇട്ടേക്കുന്ന മോതിരത്തില് സൂരജ് എന്നുള്ള പേരല്ലേ ഉള്ളത്. എന്തിനാണ് അക്ഷയ എന്നുള്ള പേര് ഇട്ടേക്കുന്നത്? അതിന് സ്വന്തം പേരാടുന്നു അല്ലേ? അത് ശരി. അതെന്തിനാ അങ്ങനെ ഇടുന്നത് പറയുന്ന പോലെ? എന്തിനായിരിക്കും? അതെനിക്ക് പറയാൻ പാടില്ല. ഇത് കാരണവന്മാർ ഇടിയിപ്പിച്ചതാണ്. എന്തിനാമോ ഞാൻ എന്റെ പേരല്ലേ എന്റെ മോതിരത്തിലിടുന്നത്? കുട്ടി പറഞ്ഞത് ശരിയല്ലേ? അല്ലേ? അതാ നീ പറഞ്ഞത്. നീ നിന്റെ കല്യാണത്തിന്റെ സമയത്ത് നീ പിന്നെ നിന്റെ പേരുള്ള മോതിരം ഇട്ടാ മതി കേട്ടാ. വേറെ മോതിരം ഇടാന്ന് നോക്കിക്കഴിഞ്ഞാലും സമ്മതിക്കണ്ട കേട്ടാ. ഓക്കെ, സെറ്റ്. ഞങ്ങൾ പുതിയ കീഴ്വഴക്കൊക്കെ ഉണ്ടാക്കാൻ പോകും. നട്ടപ്പാതിര ഇപ്പം 1 മണി സമയമാണ്. ഇവര് കക്കൂസിലൊക്കെ പോയിട്ട് തപ്പുന്നുണ്ട്. എന്താ സംഗതി? സായിജിന്റെ ഒരു സ്മാർട്ട് വാച്ച് കാണുന്നില്ല. അപ്പൂസ് അപ്പൊ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ആപ്പ് പ്രകാരം വാച്ച് ഉള്ളതിന്റെ അടുത്ത് പോകുമ്പോ എടിലൂ തപ്പുന്ന പഴയ കാലത്തെ ടാപ്പ് റെക്കോർഡറിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന നോക്കുന്ന
ആ ആപ്പിന്റെ ചിത്രം കാണിച്ചാ കേട്ടോ ഇങ്ങനെ ഒരു ആപ്പ് ഇതില് വാച്ച് അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റെഡ് ആവുന്നു. ഇത് പണ്ട് നമ്മള് ഖത്തറിന്ന് ജിബിന്റെ വാച്ച് പോയിട്ട് കണ്ടുപിടിച്ച പോലെ ഉണ്ട്. നട്ടപ്പാര 1 മണി 1:30 ആയിപ്പോ. ആ സമയത്താണ് ഈ പരിപാടി. കല്യാണം കഴിക്കൂലെന്ന് സായി. പ്രേതം ഒഴിപ്പിക്കാൻ വേണ്ടി പള്ളിയിൽ അച്ഛൻ കുരിശും കൊണ്ട് നടക്കുന്ന പോലെ ഇവര് മൊബൈലും കൊണ്ട് നടക്കുന്നു നോക്ക്. ഹോട്ടലിൽ വന്നു. ആ ഇവന്റെ കയ്യിലെ സ്മാർട്ട് വാച്ച് വരുന്ന സമയത്ത് ഇത് ഹോട്ടലിൽ വന്നു. ബേക്ക് അടിക്കുമ്പോ ഡിവൈസ് കാണിക്കുന്നുണ്ട്. ഡിവൈസുകൾ മുഴുവൻ ഇപ്പൊ ഡിവൈസിൽ ഹുവായി ആണ് ഇവന്റെ വാച്ച്. ഹുവാവൈ എടുക്കുമ്പോ വെയിറ്റ് ഇത് കാണിക്കട്ടെ. ഹുവാവൈ എടുക്കുന്ന സമയത്ത് ആദ്യം ഗോൾഡിലാ ഉള്ളത്. അവന്റെ വാച്ച് നടപ്പിച്ചാൽ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പൊ ഓരോ സ്ഥലത്ത് പോയിട്ട് കൊറേ നേരം പോസ്റ്റ് ആയി നിക്കണം. അപ്പൊ ഇവന്റെ വാച്ച് തൊട്ടടുത്തുണ്ട്. ഇവനാണ് കണ്ടു കിട്ടാത്ത. താഴത്ത് പോകുമ്പോ ഇത്ര വരെ ആവുന്നുണ്ട്, കോൾഡ് വരെ ആവുന്നുണ്ട്. ഇല്ല താഴെയാണ്. ഇന്ന് ഇത് കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഉറങ്ങുള്ളൂ എന്നാ പറയുന്നത്. സാധിച്ചില്ലെങ്കിൽ കല്യാണം വരെ ബഹിഷ്കരിക്കുന്ന പറയുന്നത്. അങ്ങനെ പറയരുത്. ഞാൻ അത്രത്തിലുള്ള തീരുമാനം എടുത്തിട്ട. അച്ഛനിപ്പോ ഉറങ്ങി എണീറ്റിട്ട് വരും കേട്ടോ. അച്ചാച്ചനും ഇപ്പൊ എഴുന്നേറ്റ് വരും. അതായിട്ട് പെട്ടി. വേറെ കടന്നുറങ്ങുന്ന ആൾക്കാരെ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെയാണ് തപ്പുന്നത്. സമയം രാത്രി 1 മണി. ഈ പാതിരാത്രിക്ക് ഇത് കിട്ടിയിട്ട് ഇപ്പൊ അത്യാവശ്യം ടെക്നോളജികൾ വെച്ചിട്ടുള്ള കണ്ടുപിടുത്ത ശ്രമം നടത്തുന്നത്. നിന്റെ എന്തെങ്കിലും രഹസ്യമായി ഒളിച്ചിരിപ്പുണ്ടോ? എന്റെ കുട്ടി നിനക്ക് പോയിട്ട് കടന്നുറങ്ങിക്കൂടെ? നിന്നെ ഉറങ്ങാൻ വേണ്ടി കടത്തിയതല്ലേ? 27% ചാർജേ ഉള്ളൂ. അപ്പൊ നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓഫ് ആവും. എടാ പശുവിന്റെ ആലയിൽ പോയി നോക്കൂ. പശു ആലയിൽ പോയി നോക്ക്. കല്യാണ തലേന്ന് മണവാളം ചെയ്തത് കണ്ടോ? മണ്ടല്ല മണ്ടിയാ പോയി. അത് കൂടി വരുന്ന അതൊക്കെ വീഡിയോ ഉണ്ട്. ഈ ചെമ്പിന്റെ ഒക്കെ ഉള്ളിലുണ്ടോ? കാണാണ്ടായ കാറിന്റെ കീ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇവിടെ കിടപ്പുണ്ട്. അതിപ്പോ ഇതിന്റെ ഇടയിലാണ് കിട്ടിയിട്ടുണ്ട്. പേടില്ല നിങ്ങൾ തപ്പുന്നു. കിണറ്റിൽ പോയാൽ കിണറ്റിൽ അവിടെ ചുമന്നൊക്കെ മുട്ടിച്ച് നോക്കുന്ന. സായിജ് മാമൻ ഇത്രയധികം പ്രിയപ്പെട്ട വാച്ചാണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ 2 വാങ്ങായിരുന്നു. എന്നാല് നിങ്ങൾ നേരത്തെ പോയപ്പോ ആ ഇത് കാണിച്ചില്ല? ഒന്നുകൂടി അതേ വഴിക്ക് പോ. ഇതുവഴി നേരത്തെ നിങ്ങൾ പോയപ്പോഴാണ് ആ സിഗ്നൽ പെട്ടെന്ന് വന്നത്. വാച്ച് പോയാൽ വാഷിംഗ് മെഷീന്റെ ഉള്ളിൽ തപ്പണം. ഞാൻ നിങ്ങൾക്ക് ഭ്രാന്ത് പറഞ്ഞിടും. നട്ടപ്പാതിരൊക്കെ മണവാണ്ട് ഭ്രാന്തായി പറഞ്ഞിടും. വരുന്നുണ്ട്. അല്ലാണ്ട് ഇതിന് കേടാത്. ഇവന്റെ വാച്ചിൽ ബ്ലൂടൂത്ത് ഡിവൈസ് ഓണായി. ദേവിന്റെ വാച്ച് ഇതാണ്. അല്ല ദേവിന്റെ ഗാലക്സി അല്ല. ദേവ് വാച്ചിനെ പഠിപ്പിച്ച ഇവന്റെ വാച്ചിന്റെ റേഞ്ച് കാണിക്കുന്നുണ്ട്. വേറെ ഏതൊക്കെ ബ്ലൂടൂത്ത് ഡിവൈസ് ചിലപ്പോ നിന്റെ ഫോണിലായിരിക്കും. ഇതല്ലേ ഏതെല്ലോ സ്ഥലത്തേതായിരിക്കും. അത് താഴത്തെ കുട്ടന്റെ വീട്ടിലെ വാച്ചിൻ്റെതായിരിക്കും കാണിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു നിഗമനം പറയട്ടെ. കഴിഞ്ഞ ദിവസം ഇന്റർലോക്ക് ഇട്ടപ്പോ ഇതിന്റെ അടിയിലെങ്ങാനും പോയിട്ടുണ്ടാവോ? ഇവിടെ നിന്നല്ലേ കാണിക്കുന്നത്. വാച്ച് പോയ ചെടിക്കടയിലും തപ്പണം എന്നാണ്. മെയിൻ സ്വിച്ചിന്റെ ഉള്ളിലെങ്ങാനും വിട്ടുപോയോ? അവിടെയുമില്ല. കണ്ടത്ത് പോയി നോക്കുന്നതിന് കല്യാണത്തിന് ശേഷം സായന് കിളി പാറിയതാ. അതായത് കാണാനുള്ളത്. വാച്ച് കാണുന്നില്ല, ഫോണ് കാണുന്നില്ല. ഞാൻ 5 വട്ടം ഇന്ന് ഫോണ് അടിച്ചു കൊടുത്തു. ഫോണിന് 2 കിളിപാറിയന്മാർ ഒരുമിച്ച് വന്നതിന്റെ പ്രശ്നമായത്. വാച്ച് ഞാൻ നമ്മൾ ക്ലീൻ ചെയ്യാൻ വന്നില്ലേ, ആ ദിവസം പണി കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് മാറുന്ന സമയത്ത് അയച്ചിട്ട് വെച്ചു.
അത് ആരോ ഭദ്രമായിട്ട് എടുത്തിട്ട് വേറെ എവിടെയോ വെച്ചു. അത് എവിടെയാന്നായിരിക്കും അറിയാത്തത്. പാസ്പോർട്ട് കറന്നവനെ ഞാൻ കണ്ടു. അതിനെ തല്ലാൻ വേണ്ടി ഗിയറിന്റെ ലിവർ ഒരു ഓടിയേക്കാം. ഞാൻ തന്നെ വേണ്ടി വന്നു. ഓണാ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ നോക്കി ക്ലീൻ ചെയ്യുന്നത് വാച്ചിട്ട് അതേ സത്യത്തിൽ പറഞ്ഞു. അതായത് കിട്ടിയതല്ല കേട്ടോ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോ അനലൈസ് ചെയ്യാന്നുള്ളത്. ഇതിന് സായിച്ച് ഈ വാച്ച് ധരിച്ചിട്ടുണ്ട്. ഇതാ കണ്ടാ, വാച്ച് ഉണ്ട്. ഇതിന് ശേഷം ഇത് മാറുന്ന ടൈമിലാണ് ഇത് പോയിട്ടുള്ളത്. കിട്ടി 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 സാധനം കിട്ടി 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 കിട്ടി. അതിനുള്ളിൽ തന്നെ അവനെ കുനിച്ചെടുത്തിട്ട് അടിക്കണം. അവന്റെ കിടക്കാൻ ആ കല്യാണക്കത്ത് കുറെ ബാക്കിയിട്ടുള്ള സാഹിബ് ആർക്കെങ്കിലും ഡിസ്കൗണ്ട് കൊടുത്താലോ? ഏതെങ്കിലും പാന്റിന്റെ പോക്കറ്റിലും കണ്ടിട്ടുണ്ടാ? നിങ്ങളെ ഇതിലുള്ളുണ്ട് അതിന് അവസാനം ഇത് എന്റെ ഫോണ് മിസ്സായ ഫോണും മൈക്കൊക്കെ കിട്ടി. പട്ടി മൂക്കിയ നിലക്ക് ഞാൻ ഇത് ഞാൻ കുറെ ദിവസമായി കാണാണ്ടിരിക്കുന്നത്. എന്നെ നഷ്ടപ്പെട്ട സാധനമൊക്കെ കിട്ടി കേട്ടോ. അതാണ് കയ്യിലുണ്ട്. നമ്മളെ CID ഉണ്ണികൃഷ്ണനെ കാണുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാളെ കാണുന്നില്ല ഇപ്പൊ. ഫൈനലി അന്വേഷണത്തിന് ചുക്കാൻ പിടിച്ച CID വന്ന് സൈഡായി. വേറൊരു കാഴ്ചയൊക്കെ കണ്ടു നടന്ന ആൾ ഉറങ്ങി. അപ്പൊ അന്വേഷണം വഴിമുട്ടി ഗൈസ്. നഷ്ടപ്പെട്ട ആള് കിളിവായിട്ട്. ഇനി 27% ചാർജ് ഉണ്ട്. 26% ചാർജ്. അപ്പൊ ആ കാര്യം തീർന്നു. നീ ഒരു കാര്യം ചെയ്യ്, കല്യാണം കഴിയില്ലേ ആദ്യ രാത്രി ഇരുന്ന് ഒപ്പി നടക്കാം. അതാണ് എനിക്ക് തോന്നുന്നു. ഇത്രയധികം ഇത് കാര്യമാക്കണമെങ്കിൽ എന്തോ സീക്രട്ട്. വാച്ചിലൊക്കെ അങ്ങനെ ഒളിപ്പിക്കാൻ പറ്റുമോ? വാച്ചിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒളിപ്പിക്കാൻ പറ്റുമോ? എനർജി വരുന്ന വാച്ചിലാ. അപ്പൊ ശരി, ബൈ ബൈ.